സാറ്റിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ബേസിക്കലി സാറ്റ് പ്രിപ്പറേഷൻ മാത്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സാറ്റിന് വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന ഒരു കോഴ്സാണ്, അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ മോസ്റ്റ്ലി നമ്മൾ ഖാൻ അക്കാദമിയിൽ കാണിച്ചിരിക്കുന്ന മെത്തേഡ്സ് തന്നെ ആയിരിക്കണം ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നില്ല. എനിക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് തോന്നുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് 2x plus 1 equal to 5. ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ ക്വസ്റ്റ്യൻസ് വരാം, പക്ഷേ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. 2x equal to 5 plus 1നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ -1 ആയി. അപ്പോൾ 2x equal to 4 എന്നുള്ള ഒരു ഉത്തരം കിട്ടി. x equal to 4 divided by 2 എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 2 into x ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവുന്നു. 4 divided by 2. അപ്പോൾ x equal to 2. നമുക്ക് ഉത്തരം കിട്ടി. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്, ബട്ട് ചിലപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഈ മെത്തേഡ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ പറഞ്ഞത്. സോ നൗ ലെറ്റ്സ് ഗോ ടു another question. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2x minus 4 equal to 5 minus x ആണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോറി, ഇവിടെ എന്താ പ്രശ്നം? ഓക്കെ, അപ്പോൾ ഇതിൽ നേരത്തെ ചെയ്ത പോലെ 2x അവിടെ തന്നെ നിർത്തി, -x ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? +x ആയി. 5 അവിടെ തന്നെ നിർത്തി, -4 ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ +4 ആയി. ഓക്കെ, 2x plus x is equal to 3x equal to 5 plus 4 എന്ന് പറഞ്ഞാൽ 9. So x equal to 9 divided by 3 equal to 3. ഉത്തരം 3 ആണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നോക്കാം. ഇതിലിപ്പോൾ അവർ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2x, ഇതൊരു ഫ്രാക്ഷൻ വന്നു. 1/2x plus 3 equal to 5. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒരു ഫ്രാക്ഷൻ വന്നെങ്കിലും നമുക്ക് 1/2xനെ x/2 എന്ന് എഴുതാം. 5 plus 3നെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി -3. So it would be 2x divided by 2 equal to 2. 2 into 2, അപ്പോൾ x equal to 2 into 2 equal to 4. അപ്പോൾ ഉത്തരം 4. Let's look for another question. Give me a second. So നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയത് 1/2x plus 1/3 equal to 1/5. നേരത്തെ പോലെ തന്നെ x/2 എന്ന് എഴുതി, 1/5 അവിടെ തന്നെ നിർത്തി, +- 1/3നെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -1/3 ആയി. ഇനി ഇതിൽ നമുക്ക് 5 into 3ന്റെ ഒരു കോമൺ ഡിനോമിനേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 15. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു 5 into 3. അപ്പോൾ 1/5ന്റെ 1നെ 1 into ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ×3 ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് 5 ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ 15ലേക്ക് വരുന്നത്. അറിയാമെന്ന് വിചാരിക്കുന്നു. 3 - 5. So x/2 is equal to 3 - 5 ഇങ്ങനെ, which is equal to ഇങ്ങനെ എഴുതാം, which is equal to x/2 equal to -2 divided by 15. ഇതിനെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. എക്സിനെ 2നെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം. -2 multiplied by 2 divided by 15 equal to -4 divided by 15. അതാണ് ഉത്തരം.
-4 divided by 15. ഇതിൻ്റെ ഇടയിൽ ഒരു ഇത് പറയുന്നുണ്ട്, when working with negative numbers, remember negative multiplied by negative is positive and positive multiplied by negative is negative. അവർ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. Now let's go to another question, which is -2 into x minus 5 equal to 1. Solve for x. X ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. So -2 into x minus 2x minus into minus plus നേരത്തെ പറഞ്ഞ പോലെ minus into minus negative into negative plus 2 into 5 10 equal to 1. So -2x അവിടെ തന്നെ നിർത്തി നമുക്ക് +10 അപ്പർ സൈഡിൽ കൊണ്ടുപോകാം. 1 minus 10 solving you get -9 minus 2x. നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പ വഴിയാണ്, രണ്ട് സൈഡും മൈനസ് വന്നാൽ നമുക്കിത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്തായി 2x equal to 9 ആയി, x equal to 9/2. ഇനി ഇത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്ന അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. -2x എക്സിന് മാത്രം അവിടെ നിർത്തിയിട്ട് -2 into x ആണ് -2x equal to -9 റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എക്സിനെ അവിടെ നിർത്തിയിട്ട് ഈ വാല്യൂവിന് മൊത്തത്തിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്തോ -9 divided by -2. ഇവിടെ സൈൻ ഒന്നും ചേഞ്ച് ആവില്ല, കാരണം നമ്മൾ -2 അടക്കമുള്ള വാല്യൂവിനെയാണ് കൊണ്ടുപോകുന്നത്. 2 അല്ലാണ്ട് മൈനസിനെ അവിടെ നിർത്തല്ല. നമുക്ക് മൈനസിനെ അവിടെ നിർത്താൻ പറ്റും, പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വീണ്ടും ഇതേപോലെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ വീണ്ടും 9/2 തന്നെ ഉത്തരം കിട്ടും. ഏതാണ് ഈസിയർ ആയിട്ട് തോന്നുന്നത് പോലെ ചെയ്യാം. എനിക്ക് ഇതാണ് ഈസിയർ, ഞാനിവിടെ വെച്ചിട്ട് തന്നെ ക്യാൻസൽ ചെയ്യും. യൂഷ്വലി 2x equal to 9 എന്ന് പറയും, x equal to 9/2. Let's go move to the next question. Now linear equation in two variables. Two variables linear equation ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് 2x plus 5y equal to 1. എക്സിൻ്റെ വാല്യൂ 3 ആണെന്ന് തോന്നുന്നുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിലൊന്നും ചെയ്യാനല്ല, എക്സിൻ്റെ വാല്യൂ 3 ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 into 3 plus 5y equal to 1. 2 into 3 is equal to 6 plus 5y equal to 1. 5y equal to 1 minus 6, which is -5. y-ന്റെ ഇവിടുന്ന് ഈ 5നെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയാൽ 5 -5/5 equal to -1. ഇതിലൊക്കെ വേറെ രീതിയിലാണ് ഖാൻ അക്കാദമിയുടെ മെറ്റീരിയലിൽ കാണിക്കുന്നത്, പക്ഷെ ഇതാണ് എനിക്ക് ഇത്തിരി കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് യൂസിങ് ലീനിയർ ഇക്വേഷൻ ഇവാലുവേറ്റ് എക്സ്പ്രഷൻസ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2x plus 1 equal to 5. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 8x plus 4ന്റെ വാല്യൂ. വാട്ട് ഈസ് ദിസ്? അപ്പോൾ 2x equal to 5 minus 1 equal to 2x equal to 4, x is equal to 2. x equal to 2 എന്ന് കിട്ടിയാൽ ആ 2ന്റെ വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാം. 8 into 2 plus 4, right? 16 plus 4 is equal to 20. ആൻസർ 20 ആയിരിക്കണം. ചെക്ക് ചെയ്യട്ടെ. അതെ, ആൻസർ 20 ആണ്. ഇവർ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഓക്കെ, അവരിങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവർ വേറെ മെത്തേഡ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. അതെന്തിനാണ് അവർ കാണിച്ചു തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓക്കെ, അവർ തന്നിരിക്കുന്ന മറ്റൊരു മെത്തേഡ് ഇതൊരു അടിപൊളി മെത്തേഡായിട്ട് എനിക്ക് തോന്നി. സോ 2x plus 1 equal to 5 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 8x plus 4 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവർ ഇതിൽ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 4 കോമൺ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 4നെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ എഴുതി 2x plus 1.
അപ്പോൾ ഈ 2x + 1 ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന 5 എന്ന്. അപ്പോൾ അവർ ഇത് ചെയ്തതെന്ന് വെച്ചാൽ 4 × 5 = 20. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഭാവിയിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ എപ്പോഴും എനിക്ക് ഈസിയർ ആയിട്ട് മറ്റേ മെത്തേഡ് തന്നെയാണ് തോന്നിയത്. കാരണം ഇതിങ്ങനെ 3x 7 - 3x = 28. To solve the equation above, we can first ഓക്കെ, ഇവരുടെ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള ബുദ്ധിമുട്ട് എനിക്ക് അത്ര ഫെമിലിയർ അല്ല. സോ ലെറ്റ്സ് ഗോ വിത്ത് 28 - 7 = 21 - 3x x = 21 / -3 equals -7 ആണ് ആൻസർ. ബിക്കോസ് 21 / 3 എന്താ 7 അല്ലേ? 3 × 7 = 21. അതെ, 21 / 3 7, ഈ മൈനസ് പ്ലസ് ഡിവൈഡഡ് ബൈ മൈനസ്. അങ്ങനെ ഈ ഉത്തരം -7 ആണ്. ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും മാത്സ് സാറ്റിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു.